Easy cross-stitch bookmark for kids. നമുക്കിന്ന് ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ട് ഈസി ആയിട്ട് ബുക്ക് മാർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം. കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അത് ഈ ക്രോസ് സ്റ്റിച്ച് മാറ്റിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുമ്പം ആ വരയുടെ തൊട്ടു മുമ്പിലുള്ള സ്ക്വയറിൽ വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ട്രിം ചെയ്തെടുക്കണം. ബോർഡിൻ്റെ നീളം വന്നിട്ട് 15 or 10 എടുക്കാം. വീതി വന്നിട്ട് 6 to 8 നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഐക്രാഫ്റ്റിൻ്റെ ഒരു DIY കിറ്റാണിത്. ഇതിൻ്റെ അകത്ത് നീഡിൽ കിഡ്സ് ഫ്രണ്ട്ലി ആണ്. അത് ദേഹത്ത് കുത്തിക്കുള്ളിയാൽ ഷാർപ്പല്ലാത്തതാണ്. 6ാമത്തെ സ്ക്വയറിലാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി കമ്പിളി നൂല് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യത്തെ പാറ്റേൺ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അകത്ത് തീരുന്നോടം വരെ അത് റിപ്പീറ്റ് ചെയ്യണം. ട്രയാങ്കിളിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കിൽ എന്നിട്ട് ഇങ്ങനെ നോട്ടിടാൻ വരണം. ഇങ്ങനെ സെക്യൂറായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം ഈ തുമ്പ് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്ത് കളയണം. ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് വേണേൽ സിംഗിളും ചെയ്യാം, ഡബിളും ചെയ്യാം. ഇതിൻ്റെ തൊട്ടു മുമ്പിലുള്ള സ്ക്വയറിൽ നീഡിൽ ഇടുക. അതിന് ശേഷം ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളതിലോട്ട് സ്ക്വയറിലിടുക. നമുക്കൊരു നല്ല പാറ്റേൺ കിട്ടും. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഇത് ഓപ്പോസിറ്റ് സൈഡിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഊരിപ്പോരും. ആദ്യം ഇങ്ങനെ ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് ചെയ്യുക. ഇതിൻ്റെ ഒരെണ്ണം വിട്ടിട്ടുള്ള അടുത്ത സ്ക്വയറിൽ നീഡിലിടുക. പിന്നെ ആദ്യം ഇവിടെ ഇട്ടു, അതിൻ്റെ നേരെ മുകളിൽ ഇടുക. നമുക്കിഷ്ടമുള്ള പാറ്റേൺ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള കമ്പിളി നൂലിൻ്റെ കളറും യൂസ് ചെയ്യാം. നെക്സ്റ്റ് പാറ്റേൺ ആദ്യം 13ാമത്തെ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 12ാമത്തത്, 11ാമത്തത്, അങ്ങനെ ഓരോ സ്ക്വയർ കുറച്ച് കുറച്ച് സ്റ്റിച്ച് ചെയ്യണം. പിങ്ക് കളറ് വൂള് അല്ലെ കമ്പിളി നൂല് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം വൈറ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓൾട്ടർനേറ്റ് ഹോളിൽ